പാട അതായത് എങ്ങോട്ടാ ഓടുന്നതെന്ന് അറിയാൻ പറ്റരുത്. ചാലിച്ചായോ? അപ്പൊ ഇഴജന്തുക്കളെ മാത്രമല്ല നമ്മൾ രക്ഷപ്പെടുന്നത്, റെസ്ക്യൂ ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യപ്പെട്ട ജീവജാലങ്ങൾക്കും രക്ഷകരായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതിന് നിങ്ങൾക്ക് ട്രെയിനിങ് നേടിയതാണോ അതോ? അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെസ്ക്യൂ ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടങ്ങ്, അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു ഗുരുനാഥനില്ല. ഇപ്പൊ ഇത് സാധാരണ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പട്ടിക്ക് ഈ കുടത്തിൽ തലയടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുടത്തിൽ തലയിടുന്നത് വളരെ അപൂർവമായിട്ടാണ്. എനിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, വെറുതെ അയാൾ ഒരു പട്ടിയും ഒരു ടിഫിൻ ബോക്സിൻ്റെ അകത്തിലോ അല്ല ഒരു ബോക്സിൻ്റെ അകത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കുടത്തിൻ്റെ അകത്തിലോ തലയിടത്തില്ല. എന്തെങ്കിലും ആഹാരം വിശന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അതിനിഷ്ടമുള്ള നല്ല എന്തെങ്കിലും ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തത് ഇതുങ്ങൾ അങ്ങോട്ട് തരാം. ഇപ്പം ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൂർത്തതായതുകൊണ്ട് അകത്തോട്ട് കയറ്റിയിടും. പിന്നെ ചെവിയുടെ കയറി നൂന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു കാരണവശാലും തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഇതിപ്പോ എങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ്. ഇത്രയും വലിയൊരു കുടമൊന്നും കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ റെസ്ക്യൂ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല. ഈ സാധാരണ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ തലയിൽ കുടുങ്ങിയ സംഭവം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വക്ക് കണ്ടില്ല, വളരെ കട്ടിയുള്ളതാണ്. അകത്ത് മുറിവുണ്ടാകരുത്. ഇതിപ്പോൾ മോട്ടർ ഓണാക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാനിക്കായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ആരോഗ്യപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നിലകളിൽ അവനെ ഒന്ന് റെസ്ക്യൂ ചെയ്യുവാനാവോളം ശ്രമിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ ഒന്ന് പിടിച്ചു തരാമോ ആരെങ്കിലും? തിരിച്ച് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിക്കുകയേ വേണ്ട. അതിന് ഞാൻ 100% ഞാൻ പിടിക്കാം. ഒരള്ളലുമില്ല, ഒരള്ളലുമില്ല. മുറിഞ്ഞ് മുറിഞ്ഞ് പിന്നെ തലയിട്ട് നടന്നു. എന്തായാലും ചെറുക്കന് ചെറുക്കന് കിട്ടിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ പിന്നൊക്കെ പാട്ടി വായിട്ട് ഞാൻ എവിടെ പോവാടി?